പിണറായി വിജയനും CPM-നും എതിർപക്ഷത്ത് ഏക ആശ്വാസമുണ്ടായിരുന്നത് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയുടെ മൃദുസമീപനമായിരുന്നു. പിണറായി വിജയന്റെ കൊള്ള ഭരണത്തിനെതിരെ എല്ലാവരും സമരം നയിക്കുമ്പോഴും വലിയ പ്രക്ഷോഭത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടില്ല. ഒരു മിതവാദിയായിരുന്നു മുസ്ലിം ലീഗിന്റെ നിയന്ത്രണം കയ്യിലുള്ള കുഞ്ഞാലിക്കുട്ടി. KM ഷാജിയും PK ഫിറോസും N ഷംസുദ്ദീൻ MLA-യുമെല്ലാം CPM-നെതിരെ തുറന്നടിക്കുമ്പോഴും കുഞ്ഞാലിക്കുട്ടിയുടെ മൗനം പിണറായിയെ പലപ്പോഴും വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കളി മാറിയിരിക്കുന്നു. മൃദു സമീപനം വെടിഞ്ഞ് പരസ്പരം ആക്രമിച്ച് മുസ്ലിം ലീഗും CPM-ഉം രംഗത്ത് വന്നിരിക്കുകയാണ്. തളിപ്പറമ്പ് വഖഫ് മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും മുനമ്പം മുൻനിർത്തി പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ലീഗിനെ നേരിട്ട് ആക്രമിച്ചതോടെ സ്വതവേ മൃദുഭാഷിയായ PK കുഞ്ഞാലിക്കുട്ടി ഒന്ന് എഴുന്നേറ്റു. അദ്ദേഹം തന്നെ CPM-നെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടും രണ്ട് മുന്നണിയിലായിരിക്കെ തന്നെ പരസ്പരം പോരടിക്കാതെ പോയിരുന്ന സമീപ ഭൂതകാല ചരിത്രം അങ്ങനെ തിരുത്തുകയാണ് മുസ്ലിം ലീഗും CPM-ഉം ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വഖഫ് മഹാറാലി കോഴിക്കോട് നടക്കുന്ന അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ ആക്രമിച്ച് കീഴടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. വഖഫ് മഹാറാലിയിൽ സംസാരിച്ച PK കുഞ്ഞാലിക്കുട്ടി ഇതേ രീതിയിൽ തന്നെ തിരിച്ച് ആക്രമണമുന കേന്ദ്ര സർക്കാരിലും BJP-യിലും മാത്രം ഒതുക്കാതെ പിണറായി വിജയന്റെയും സർക്കാരിന്റെയും കഴിവുകേടും തോന്യാസവും ഒക്കെ തുറന്നു കാട്ടി മുസ്ലിങ്ങളെ എല്ലാം അറിയിക്കുകയും ചെയ്തു. പിന്നാലെ മുനമ്പം വിഷയത്തിൽ തന്നെ ലീഗിനെ കടന്നാക്രമിക്കാനാണ് CPM-ന്റെ സെക്രട്ടറി MV ഗോവിന്ദൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി വിട്ടില്ല. കോൺഗ്രസിനെ ആക്രമിക്കുമ്പോഴും UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോട് CPM-ന്റെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു. CPM ഒരിക്കലും മുസ്ലിം ലീഗിനെ ആക്രമിക്കാതെ മുന്നോട്ട് പോകുന്ന പാർട്ടിയായിരുന്നു ഇതുവരെ. കോൺഗ്രസിന്റെ അതേ അളവിൽ സർക്കാരിനെയും CPM-നെയും ലീഗ് ആക്രമിക്കുന്നില്ല എന്നത് കോൺഗ്രസിന്റെ മാത്രമല്ല ലീഗിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ, അതായത് ആക്രമണം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ വലിയ പരാതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ ആകെ മാറുകയാണ്. BJP-യിലേക്ക് പോയ ഈഴവ വോട്ടുകൾ തിരികെ പിടിക്കുക, മുനമ്പത്തിൽ തട്ടി UDF-ൽ നിന്ന് അകലാൻ സാധ്യതയുള്ള ക്രൈസ്തവ വോട്ടുകൾ ആകർഷിക്കുക തുടങ്ങിയ CPM നയത്തിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗിനെതിരായ ഈ ശക്തമായ ആക്രമണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചന. അങ്ങനെ CPM നയം മാറ്റിയ സാഹചര്യത്തിൽ പിന്നെ നന്നായി തിരിച്ചടിക്കുക തന്നെ വേണം എന്നതിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുകയാണ്. അതുവഴി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായിയെ സഹായിച്ച മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും UDF പക്ഷത്തെത്തിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. എന്തായാലും മുന്നണികൾക്കകത്തും പാർട്ടിക്കകത്തും സജീവ ചർച്ചയായി ലീഗിന്റെയും CPM-ന്റെയും പോരുമാറിയതോടെ കൂടുതൽ നഷ്ടം LDF-നും ലാഭം UDF-നും എന്ന് തന്നെ ഉറപ്പിക്കാം. കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ പണി തന്നെയാണ്. എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നത്? മുസ്ലിങ്ങളെ നന്നാക്കാനാണോ? അല്ല, സാമുദായിക വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് കേരള ഗവൺമെന്റ് മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോണത്? മുസ്ലിം സംഘടനകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവെച്ച് തരണം. അതിലാർക്കും തർക്കമില്ല. ആർക്കാ തർക്കം? ആരാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്? ഒരു സംശയവും വേണ്ട, അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ്. പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നം തീർക്കാതെ കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. വഖഫ് കിട്ടു വരട്ടെ, അപ്പ തീരും മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജിജുവിനെ കൊണ്ടുവന്നിട്ട് അവസാനം ഉണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു വഖഫ് ബില്ലും മുനമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു. അതിനെയല്ലേ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യം പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർക്കണം. 5 മിനിറ്റ് മതി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ. പക്ഷെ തീർക്കൂല. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട്, നമുക്കറിയാം. രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിന്റെ അടിയിൽ എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് നോക്കാൻ നടക്കുന്ന
ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്. ഞാൻ അതാണ് പറഞ്ഞത്. ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഈ പ്രശ്നം ഒക്കെ ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി, നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി, അതാണ് തങ്ങൾ ഇവിടെ പറഞ്ഞത്. അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ആലോചിച്ച് നോക്കൂ, ഇതൊരു വേണ്ടാത്ത പണിയല്ലേ?